അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. രാഷ്ട്രീയ സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ വി.എസിനെ അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തുകയാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-ന് ആലപ്പുഴയിലാണ് സംസ്കാരം. ജനനായകന് യാത്രാമൊഴിയേകി കേരളം. രണ്ടക്ഷരം കൊണ്ട് കേരള ജനതയെ ആകെ ചേർത്തുപിടിച്ച വിപ്ലവ നായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുകയാണ് അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾ. തിങ്കളാഴ്ച വൈകിട്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയറിഞ്ഞത് മുതൽ തുടങ്ങിയതാണ് കണ്ണേ കരളെ വിളികളുമായുള്ള ആ യാത്രാമൊഴി. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം ദർബാർ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ജനലക്ഷങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയത്. കണ്ണീരണിഞ്ഞും കയ്യിൽ ഒരു കമ്പ് റോസാപ്പൂവുമായും പാർട്ടി അണികളും അല്ലാത്തവരും വി.എസിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിന്നവരും ആഭിമുഖ്യം പുലർത്തിയവരുമെല്ലാം അന്ത്യാഭിവാദ്യം നേർന്നു. ജനഹൃദയങ്ങളോട് എത്രത്തോളം ചേർന്ന് നിന്ന നേതാവായിരുന്നു വി.എസ്. എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാവുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയും. പ്രായഭേദമന്യേ ജനനായകന് അവസാനമായി വിപ്ലവാഭിവാദ്യം നേരുകയാണ് കേരളം. നാടിനു വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളുമെല്ലാം ധീരസ്മരണകളായി ഈ ഘട്ടത്തിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് വി.എസിൻ്റെ ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്രയിലും ആയിരങ്ങളാണ് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ പാതയോരങ്ങളിൽ കാത്തുനിന്നത്. ബുധനാഴ്ച രാവിലെ 9 മുതൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ട്. ഉച്ച കഴിഞ്ഞ് 3-ന് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം.